മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള റെസിപ്പികൾക്കും മറ്റുമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ റെസിപ്പി കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമായി വേണ്ടത് ചേനയും കുമ്പളങ്ങിയുമാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കുക. കടലപ്പരിപ്പും അതുപോലെ വേവിച്ചെടുക്കുക. ഒരു ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കടുകും ഇട്ട് വറ്റൽമുളകും ഇട്ട് തേങ്ങയും ഇട്ട് നല്ലപോലെ വറുത്ത് കൊടുക്കണം. നല്ല ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കണം. കളറിന് വേണ്ടി കാശ്മീരി ചില്ലിയും ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലിയും ആഡ് ചെയ്ത് ഇത് വറുത്തെടുത്ത് ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ട് വെന്ത കഷ്ണങ്ങളെല്ലാം എടുത്ത് നമുക്കൊരു ഉരുളിയിലേക്ക് മാറ്റിയ ശേഷം വേവിച്ച കടലപ്പരിപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സിങ്ങിലേക്ക് നമ്മൾ തേങ്ങയും ജീരയും കൂടി അരച്ചെടുക്കണം. വെള്ളമില്ലാതെയാണ് അരച്ചെടുക്കേണ്ടത്. അതിലേക്ക് ഇട്ടതിന് ശേഷം ഈ വെള്ളം കുറുകുന്നത് വരെ ഇതെല്ലാം ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി, മുളക് പൊടി, 2 അച്ച് വെല്ലം ഇതും ഇട്ട് നല്ലപോലെ ഈ വെള്ളം വറ്റുന്ന വരെ ഇത് കുറിച്ചെടുക്കുക. ഇത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ വറുവലെടുത്ത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ ഒരു അടിപൊളി ഉഗ്രൻ കൂട്ടുകറി തയ്യാറാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ കമൻ്റ് അയയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ കുക്കിംഗ് ബ്ലോഗ്സ്. സൈനിങ് ഓഫ്, നിങ്ങളുടെ ഷെഫ് ഷിജോയ്.